ഉസ്താദ് പെങ്ങന്മാരോട് പറയുന്നത്, ഉസ്താദന്മാരെ കാണുമ്പോൾ തലയിൽ തുണി ഇടണമെന്ന് ആരാ നിനക്ക് പറഞ്ഞു തന്നെ? ഉസ്താദന്മാരെ കാണുമ്പോൾ തലയിൽ തുണി ഇടണമെന്ന് ആരാ പറഞ്ഞു തന്നെ? ഏത് കിതാബിലാ പറഞ്ഞിട്ടുള്ളേ? ഉസ്താദിനെ കാണുന്നു, എടി ഇടുവാണെങ്കിൽ എപ്പോഴും ഇടണം, ഇല്ലെങ്കിൽ ഇടണ്ട, ഉരിഞ്ഞിട്ട് ഇടണം. ഇടുവാണെങ്കിൽ എപ്പോഴും ഇടണം. ഉസ്താദന്മാരെ കാണുമ്പോ ഉസ്താദ് ആരാ? ഉസ്താദ് ആരാ? ഉസ്താദിനെ നിനക്ക് പേടി, എന്നാ നിന്നെ 24 മണിക്കൂർ നോക്കിക്കൊണ്ടിരിക്കുന്ന അള്ളാനെ നിനക്ക് പേടിയില്ലല്ലോ. അത് ചിന്തിച്ചാൽ ഒരു ഉസ്താദിനോട് കാണിക്കുന്ന ഒരു പേടി പോലും നീ അള്ളാനോട് കാണിച്ചില്ലല്ലോ. അതാ അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ചില സമയം വേണ്ട. എൻ്റെ അഭിപ്രായം, ഞാനാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു ആഡിറ്റോറിയത്തിൽ കല്യാണത്തിന് പോയതാ. കല്യാണത്തിന് പോകുമ്പോൾ ഒരു താത്ത ഇങ്ങനെ സാരി ഉടുത്തിട്ട്, ഉസ്താമാരൊക്കെ ക്ഷമിക്കണം കേട്ടാ, ഒരു താത്ത ഇങ്ങനെ സാരി ഉടുത്തിട്ടിരിക്കുക. ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നോക്കി സന്തോഷം. താത്ത ഇത്തിരി നല്ല സ്നേഹമുള്ള താത്തയെ, പിള്ളേരല്ലേ കണ്ടോട്ടെ എന്ന് പറഞ്ഞ് വയറൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. താത്ത ഇങ്ങനെ ഇരിക്കുക, ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ നോക്കിയിട്ടിരിക്കുക. അപ്പോഴേ ഞാനിങ്ങനെ കയറി ചെന്നപ്പോഴത്തേക്ക് കുട്ടികൾക്ക് എന്തോ വലിയ ഉഷാറ്, എന്തോ മനസ്സിലൊരു ലടുപൊട്ടിയതുപോലെ വലിയ സന്തോഷം. നോക്കളിയാ എന്നൊക്കെ പറയുന്നു. പടച്ചോനെ, ഞാൻ വിചാരിച്ചു എന്തേ അല്ല ഇപ്പൊ എന്നെ കണ്ടിട്ട് പറഞ്ഞായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്തോ സംഭവം എന്നറിയോ? ഈ താത്ത സാരി ഉടുത്തിയിട്ടിരിക്കുമായിരുന്നു. ഞാൻ കയറി ചെന്നപ്പോൾ ഉസ്താദിനെ കണ്ടപ്പോൾ ബഹുമാനം കാരണം ആ ഉടുത്തിയിരുന്ന സാരിയുടെ ഷാളുണ്ടല്ലോ, തുമ്പ്, അതെടുത്ത് തലയിലേക്ക് ഇട്ടു. അതെടുത്ത് തലമറച്ചപ്പോൾ ഇവിടെ മൊത്തം വെളിവായി. ആ ഒരു സന്തോഷത്തിലാണ് പിള്ളേരും ചിരിക്കണേ. ഞാൻ ആലോചിച്ചു പോയി, പടച്ചോനെ ഇവള് തലയിൽ തന്നെ തുണിയിടണ്ടായിരുന്നു. കാരണം ഞാൻ പോയത് കാരണം ഇത് അവസ്ഥ. എൻ്റെ സഹോദരിമാരോട് പറയുന്നു, താത്താമാരെ ഇടുവാണെങ്കിൽ എപ്പോഴും ഇടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം മരണം എപ്പോഴെവിടെ വെച്ചാൽ വരണമെന്നറിയില്ല ഒരു മനുഷ്യന്റെ മരണം. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത മൂന്നാമത്തെ നഷ്ടവാളി ആരെന്നറിയോ? അത് കള്ളു കുടിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. കള്ളു കുടിക്കുന്നവനുണ്ടല്ലോ, പടച്ചവനെ, ഹറാമാണല്ലോ, കള്ളു കുടിക്കൽ ഹറാമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന, 3 വിഭാഗം ആൾക്കാർ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കൂല. 3 വിഭാഗം ആൾക്കാർ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അതിലെ ഒരു വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, തൊണ്ടക്കുടിക്ക് താഴെ കള്ളിറക്കിയവനാണ്. കള്ളു കുടിച്ചവന് സ്വർഗ്ഗത്തിൽ കടക്കില്ല, അവന് സ്വർഗ്ഗം ഹറാമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ഈ കള്ളു കുടിക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ്? പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നമാ യുരീദു ശൈത്വാനു അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. ഇതുകൊണ്ടുള്ള നേട്ടം എന്തെന്നറിയുവോ? പടച്ചവനെ, ശത്രുതയാണ്, മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ശത്രുതയാണ്. അല്ലാഹുവേ, പടച്ചവനെ, പടച്ച റബ്ബിനെ കുറിച്ചുള്ള സ്മരണയുണ്ടല്ലോ, അത് ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയലാ. ഇതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് അവിടെന്ന് പറഞ്ഞു തരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, അവന് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ 40 ദിവസം അവന്റെ ദുആ സ്വീകരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പടച്ചവനെ, കള്ളൊക്കെ ഇന്ന് മാറിയല്ലോ, ഇന്ന് കള്ളുകുടിയില്ലല്ലോ, ഇന്ന് മയക്കുമരുന്നാണല്ലോ, കഞ്ചാവടിക്കുകയാണല്ലോ. സ്കൂളിൽ കുടി പഠിക്കുന്ന കുട്ടികൾ പോലും ഇന്ന് മയക്കുമരുന്നിന്റെ അടിമകളാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ, ചെറുപ്പക്കാരാ, സ്വർഗമില്ലടാ, അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് ലഭിക്കൂല. പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ മൻ ശരിബൽ ഖംറ ഖുറൂജു നൂറുൽ ഈമാൻ,
അല്ലാഹുവേ, ഒരു തുള്ളി കള്ളവന്റെ തൊണ്ടയ്ക്ക് താഴെ ഇറക്കി കഴിഞ്ഞാൽ അവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുകയാ. അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയി, അവന്റെ ഈമാൻ അല്ലാഹു ഊരിയെടുക്കുകയാണ്. പിന്നെ അവര് പടച്ച റബ്ബിന്റെ മുന്നിൽ ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞു. തൗബ ചെയ്യാതെ ആ ഈമാനെ തിരിച്ചു കിട്ടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവനൊരു നല്ല മരണമില്ല. അവൻ എവിടെയാണ് കിടക്കുന്നതെന്നറിയുമോ? അവൻ അല്ലാഹുവിന്റെ റസൂല് ഒരിക്കൽ പറഞ്ഞു, സ്വഹാബാ, നഹ്റുൽ ഖിബാൽ, നഹ്റുൽ ഖിബാൽ. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, വമാ നഹ്റുൽ ഖിബാൽ? കള്ളു കുടിക്കുന്നവന് നരകത്തിൽ കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹുവേ, നെഹ്റുൽ ഖിബാൽ എന്ന് പറയുന്ന ഒരു നദിയുണ്ട് നരകത്തിന്റെ അടിത്തട്ടില്. നെഹ്റുൽ ഖിബാൽ എന്ന് പറയുന്ന ഒരു നദിയിലാണ് കള്ളുകുടിയന് കിടക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ സഹാബികൾ ചോദിച്ചു, നബിയേ, നെഹ്റുൽ ഖിബാൽ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? സഹാബാ, നരകവാസികളുടെ ചലമൊഴുകുന്ന നദിയാണ് സഹാബാ. നരകവാസികളുണ്ടല്ലോ, നരകവാസികളുണ്ടല്ലോ, അവരുടെ ശരീരത്ത് നിന്ന് വീഴുന്ന ചീഞ്ചലമൊഴുകുന്ന നദിക്കാട് അതാ നഹ്റുൽ ഖിബാൽ എന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, കള്ളുകുടിയൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ? ഒന്ന്, അവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുകയാ. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് കള്ളു കുടിച്ചിട്ടുള്ളവരെ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തോ, ഇല്ലെങ്കിൽ ഒന്ന്, അല്ലാഹു നിന്റെ ഈമാൻ ഊരി മാറ്റുകയാ. രണ്ട്, പടച്ചവരെ, നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. മൂന്ന്, അല്ലാഹു നിനക്ക് നല്ല മരണം തരൂല. നിന്റെ ആഖിബത്ത് മോശമാ, നിന്റെ ആഖിബത്ത് മോശമാ. നാല്, പ്രവാചകൻ എവിടെന്ന് പറയുന്നു, അവന്റെ ജനാസ കൊണ്ടുപോയി കബറടക്കിയ, അവന്റെ ജനാസ കൊണ്ടുപോയി ഇവിടത്തെ പള്ളിക്കാട്ടിൽ കൊണ്ട് കബറടക്കിയിട്ട് അവന്റെ തല കിബിലയുടെ നേരെ തിരിച്ചു വെക്കുമല്ലോ. കിബിലയുടെ ഭാഗത്തേക്ക് അവന്റെ തല തിരിച്ചു വെച്ചിട്ട് എല്ലാവരും പലകയെടുത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് വീട്ടിലേക്ക് മടങ്ങുമല്ലോ. മോനെ, പോയി തുറന്നു നോക്കടാ, ധൈര്യമുണ്ടെങ്കിൽ പോയി നോക്ക് ചെറുപ്പക്കാരാ. കിബിലയുടെ ഭാഗത്ത് നിന്ന് അവന്റെ തല തിരിഞ്ഞു കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അവന്റെ കബറിന്റെ അകത്ത് തീയാട്, അവന്റെ കബറിന്റെ അകത്ത് തീയാട്. അല്ലാ, നാളെ പരലോകത്ത് വരുമ്പോ അവനെ തിരിച്ചറിയും ചെറുപ്പക്കാരാ. കള്ള് കുടിച്ചവര്, പിയറടിച്ചവര്, കഞ്ചാവ് ഉപയോഗിക്കുന്നവര്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വരുമ്പോ നിന്നെ തിരിച്ചറിയുന്ന ഒരു കോലമുണ്ട്. എങ്ങനെയാ വരുന്നതെന്നറിയോ? എങ്ങനെയാ വരുന്നതെന്നറിയോ? എടാ, പേപ്പട്ടിയുണ്ടല്ലോ, നാവിങ്ങനെ താഴ്ത്തിയിട്ടിട്ട് വായിലൂടെ ഈള ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന, തല്ലിക്കൊല്ലാൻ ജനങ്ങൾ മുഴുവനും ഓടിക്കുന്ന പേപ്പട്ടിയുണ്ടല്ലോ, ആ പട്ടിയുടെ കോലത്തിൽ നാളെ കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എല്ലാവരും നിന്നെ തിരിച്ചറിയും ചെറുപ്പക്കാരോ. വല്ലാത്ത ദുർഗന്ധമാണ്, നിന്നെ കാണുമ്പോ ജനങ്ങൾ മുഴുവനും ഓടുകയാണ്. അവസാനം നരകത്തിന്റെ മലക്കുകള് പട്ടിയെ തല്ലിക്കൊല്ലാൻ ഓടിക്കുന്നത് പോലെ നിന്നെ തല്ലിക്കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട് ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, നരകത്തില് നിനക്കൊരു സ്ഥാനമുണ്ട്. നരകത്തില് ഖിബാൽ എന്ന് പറയുന്ന നദി നിനക്കുള്ളതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുകയാ, കള്ള് തൊട്ടവന്റെ കൈ കൊണ്ട് പിന്നെയൊന്നും വാങ്ങിക്കഴിക്കാ. അതാ കള്ള് കുടിച്ചവനല്ല, കള്ള് കൈകൊണ്ട് തൊട്ടവനുണ്ടല്ലോ, അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കടിക്കാ എനിക്ക് കഴിയില്ല എന്ന് ഉമർ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവര്, ഏത് സാഹചര്യത്തിലും കുടിക്കാൻ പാടില്ല. കാരണം അല്ലാഹുവേ, അതാ കള്ളിൽ ശിഫയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ പറയും ലറൂറത്തിന്റെ ഘട്ടത്തിൽ കള്ളു കുടിക്കുക, അങ്ങനെ പറയും. എങ്കിൽ പ്രവാചകൻ പറയുന്നുണ്ട് കള്ളിൽ ശിഫയില്ല, ഒരു രോഗത്തിനും ശിഫ കള്ളിലില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഹദീസിന്റെ കിതാബിൽ കാണാം, ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക, ബക്കറ്റൊക്കെ എടുത്ത് വെച്ചില്ലേ അവിടെ ഇരിക്കട്ടെ. ഒരു മനുഷ്യൻ കള്ളു കുടിച്ചു ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ തൊണ്ടയിൽ ഭക്ഷണം കുരുങ്ങി, തൊണ്ടയിൽ ഭക്ഷണം കുരുങ്ങി. കുടിച്ചില്ലെങ്കിൽ, വെള്ളം കുടിച്ചില്ലെങ്കിൽ ആ മനുഷ്യൻ മരിച്ചു പോകും. അങ്ങനൊരവസ്ഥ. കള്ളു മാത്രമേ കുടിക്കാനുള്ളൂ, കള്ളു മാത്രമേ കുടിക്കാനുള്ളൂ. ഹദീസിന്റെ കിതാബിൽ കാണാം, ആ സമയത്ത് അവൻ അള്ളാഹുവെ, ആ സമയത്ത് കള്ളു കുടിക്കുക, അങ്ങനെ ഇരുന്ന് അങ്ങ് മരിച്ചുപോയ ഷഹീദിന്റെ കൂലിയുണ്ടെന്ന്. ഈ ഭക്ഷണം ഇറങ്ങണമെങ്കിൽ കള്ളു കുടിച്ചാലേ ജീവൻ നിലനിർത്താൻ പറ്റൂ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൻ വെള്ളം കുടിക്കാതെ മരിച്ചുപോയ അവന് ഷഹീദിന്റെ കൂലിയുണ്ട്. അവിടെ മഹാന്മാര് പറയുന്നു, കള്ളു കുടിക്കുന്നതിനേക്കാളും നല്ലത് പട്ടിയുടെ മൂത്രം കുടിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ പട്ടിയുടെ മൂത്രം ഉണ്ടെങ്കിൽ അത് കൂടി, എന്നാലും കള്ളു കുടിക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. മഹാനായ അവിടെ ചരിത്രത്തിൽ കാണാം, ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നു. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല, ലോകമറിയുന്ന പണ്ഡിതനാ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. അവിടുത്തെ ഒരു ശിഷ്യൻ തന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ നല്ലതുപോലെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാ. ആ വിദ്യാർത്ഥിയുടെ മരണസമയം അടുത്തപ്പോ ഉസ്താദ് ശിഷ്യന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, മോനെ പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ പറയത്തില്ല ഉസ്താദെ, ഞാൻ പറയൂല, കാഫിറായിട്ട് മരിച്ചുപോയി, കാഫിറായിട്ട് മരിച്ചുപോയി. അള്ളാഹുവെ, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത വേദന. കാരണം തന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും നല്ലതുപോലെ പഠിക്കണ വിദ്യാർത്ഥിയാ പോയെ. അള്ളാഹു അവന്റെ ആക്കിബത്ത് മോശമായി പോയി. 40 ദിവസം ദുആ ചെയ്തുകൊണ്ട് നടന്നു. അള്ളാഹുവെ, എനിക്കൊന്ന് കാണിച്ച അവിടച്ചനെ, എനിക്കൊന്ന് ശിഷ്യനെ സ്വപ്നം കാണിച്ച അല്ലാ. 40 ദിവസം ദുആ ചെയ്തു. 40ാമത്തെ ദിവസം ഉസ്താദ് ശിഷ്യനെ കണ്ടു, നരകത്തിനകത്ത് കിടന്നിട്ട് ഖബറ് നിറയെ തീയ. അള്ളാഹുവെ, ഉസ്താദ് ശിഷ്യനോട് ചോദിച്ചു, മോനെ എന്തു പറ്റി? അവിടെ നിന്ന് പറഞ്ഞു, ഉസ്താദെ, എനിക്കൊരു രോഗമുണ്ടായിരുന്നു. ഞാൻ വൈദ്യന്മാരെ പോയി കണ്ടപ്പോൾ അവര് പറഞ്ഞു, എല്ലാ വർഷവും ഒരു സമയത്ത് നീ 1 ഗ്ലാസ് കള്ളു കുടിക്കണം, അത് കുടിച്ചാലേ രോഗം മാറൂ. ഞാൻ എല്ലാ വർഷവും ഒരു പ്രാവശ്യം കള്ളു കുടിക്കുമായിരുന്നു. അതിനെനിക്ക് അള്ളാഹു തന്ന ശിക്ഷയാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കള്ളുകുടിയെന്ന് പറയുന്നത് എല്ലാ പാപത്തിന്റെയും തലയാ, എല്ലാ പാപത്തിന്റെയും തലയാ. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം, ബർസീസ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം അല്ലാഹുവേ അവിടുന്ന് കിതാബിൽ കാണാം. ആരാണ് ബർസീസ എന്നറിയുവോ? 220 വർഷം രാവും പകലും ഇബാദത്ത് ചെയ്ത മനുഷ്യനാ. 220 വർഷം പടച്ചവന് അല്ലാഹുവേ ഇബാദത്ത് ചെയ്ത മനുഷ്യനാണ്. ഈ ബർസീസയെ കുറിച്ചും മലക്കുകൾ പരസ്പരം ചർച്ച ചെയ്യുമായിരുന്നു. ഈ മനുഷ്യൻ ആരാ പടച്ചവന്? മലക്കുകൾക്ക് പോലും അത്ഭുതമായിരുന്നു. ബർസീസയെ കുറിച്ചും മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോയി. ശൈത്താന് വല്ലാത്ത അസൂയായി. മലക്കുകൾ പോലും ബർസീസയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ശൈത്താന് സഹിക്കാൻ കഴിഞ്ഞില്ല. ശൈത്താൻ അതാ ബർസീസയുടെ മുന്നിൽ ഒരു മഹാന്റെ രൂപത്തിൽ ഇറങ്ങി വരികയാ. അതാ വന്നിട്ട് ചോദിച്ചു, എനിക്ക് കൂടെ ഇബാദത്ത് ചെയ്യാൻ അല്പം സ്ഥലം തരുവോ? ബർസീസ സ്ഥലം കൊടുത്തു. ഇബ്ലീസ് 3 ദിവസം രാവും പകലും 3 ദിവസം രാവും പകലും ഭക്ഷണമില്ല, വെള്ളം കുടിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, ഒരു സെക്കൻഡ് പോലും ഇരിക്കുന്നില്ല. 3 ദിവസം രാവും പകലും ബർസീസ നിസ്കാരവാ. അല്ലാഹുവേ, ഇത് കണ്ടപ്പോ ബർസീസയ്ക്ക് വല്ലാത്ത അത്ഭുതമായി. ശൈത്താൻ ഇങ്ങനെ നിസ്കാരം, വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഒരു സെക്കൻഡ് പോലും ഇരിക്കുന്നില്ല. ഈ 3 ദിവസവും നിസ്കാരമാണ്. ബർസീസ ചോദിച്ചു, നിങ്ങൾക്ക് ഇതെങ്ങനെ കഴിയുന്നു? ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ഒരു സെക്കൻഡ് പോലും ഇരിക്കാതെ നിങ്ങൾ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു? അവിടെ നിന്ന് ഇബ്ലീസ് പറഞ്ഞു, ബർസീസ,
ഒരു വൻ പാപം നീ നിന്റെ ജീവിതത്തിൽ ചെയ്യണം, ഒരു പാപം നിന്റെ ജീവിതത്തിൽ ചെയ്യണം, എന്നിട്ട് നീ പശ്ചാത്തപിച്ച് മടങ്ങണം. ആ പാപത്തെ കുറിച്ച് നിനക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാ പിന്നെ ഒരിക്കലും നിനക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നൂല, വെള്ളം കുടിക്കാൻ തോന്നൂല. 24 മണിക്കൂറും നീ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇബ്ലീസ് പറഞ്ഞു നീ ഒരു പാപം ചെയ്യണം. ബർസീസ ചോദിച്ചു അല്ലാഹുവിലേക്ക് അടുക്കാനല്ലേ, എന്ത് പാപമാണ് ചെയ്യേണ്ടത്? അതാ ഇബ്ലീസ് പറഞ്ഞു നീ വ്യഭിചരിക്കണം. ബർസീസ പറഞ്ഞു ഇല്ല, വ്യഭിചാരമെന്ന് പറയുന്നത് മോശമായ പാപമോ, അത് നിന്ദ്യമായ കാര്യമാണ്, എന്നെ കൊണ്ട് പറ്റൂല. ഇബ്ലീസ് പറഞ്ഞു എങ്കിൽ നീ രണ്ടാമത്തെ കാര്യം നീ ഒരു മനുഷ്യനെ കൊല്ലണം. ബർസീസ പറഞ്ഞു അല്ലാഹുവേ അത് വല്ലാത്ത പാപമാണ്, അത് എന്നെ കൊണ്ട് പറ്റൂല. എങ്കിൽ ഇബ്ലീസ് പറഞ്ഞു നീ ഒരു ഗ്ലാസ് കള്ളു കുടിക്കാൻ പറ്റുമോ? അല്ലാഹുവേ ഈ 3 ചെറിയ പാപമാണല്ലോ കള്ളു കുടിക്കുന്നത്. ബർസീസ ചോദിച്ചു എവിടെ നിന്നാണ് കള്ള് കിട്ടുന്നത്? അവിടെ നിന്നൊരു കള്ള് ഷാപ്പ് കാണിച്ചു കൊടുത്തു. ബർസീസ കള്ള് കുടിക്കാൻ ചെല്ലുമ്പോ ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, അവിടെ നിന്ന് കള്ള് കൊണ്ട് കൊടുക്കുകയാണ്. ബർസീസ കുടിച്ചു കഴിയുമ്പോ ആ പെണ്ണിന്റെ ശരീരത്തെ കയറി പിടിക്കുകയാണ്. രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെടുകയാണ്. പടച്ചവനെ കള്ളു കുടിച്ചോ, അത് കഴിഞ്ഞ് വ്യഭിചരിച്ചോ. വ്യഭിചാരം കഴിയുമ്പോ ആ പെണ്ണിന്റെ ഭർത്താവ് കയറി വരികയാ. രണ്ടുപേരും തമ്മിലടിയായി. ആ മനുഷ്യന്റെ കഴുത്ത് മുറിച്ചു മാറ്റി. ആദ്യം കള്ളു കുടിച്ചു, പിന്നെ വ്യഭിചരിച്ചു, 3 കൊല ചെയ്തു. 3 പാപവും ബർസീസ ചെയ്ത് കഴിഞ്ഞു. അവസാനം ജയിലറയിൽ തൂക്കാൻ വിധിച്ചു. തൂക്ക് കയറിൽ ഇങ്ങനെ നിൽക്കുമ്പോ അപ്പോഴും ഇബ്ലീസ് ചെന്നിട്ട് പറഞ്ഞു ബർസീസ നിന്നെ ഞാൻ രക്ഷപ്പെടുത്താ, എന്റെ മുന്നിലൊന്ന് സുജൂദ് ചെയ്യുവോ ബർസീസ? ബർസീസ പറഞ്ഞു എനിക്ക് തലകുനിക്കാൻ കഴിയില്ല, എനിക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല, എന്നെ രക്ഷപ്പെടുത്തുവോ? എന്റെ കഴുത്തിൽ കയറ് കിടക്കുന്നത് കാരണം എനിക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. ഇബ്ലീസ് പറഞ്ഞു നീ ഒന്ന് തലകുനിച്ചാ മതി, ഒന്ന് ചെറുതായിട്ട് എന്റെ മുന്നിൽ തലകുനിച്ചാ മതി, നിന്നെ രക്ഷപ്പെടുത്താമെന്ന് പറയുമ്പോ 220 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യനുണ്ടല്ലോ അവസാനം കാഫിറായി ചത്തുപോയി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കള്ളുകുടി എന്ന് പറയുന്നത് സർവകാര്യങ്ങളും സർവപാപങ്ങളുടെയും തലയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ എല്ലാ പാപത്തിന്റെയും തുടക്കം കള്ളുകുടിയ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആടും, ഇല്ലേ അല്ലേ? കള്ളു കുടിച്ചു കഴിഞ്ഞാൽ കാലുറക്കൂല, എങ്ങനെ ആടും, പിന്നെ ഇങ്ങനെ ചാട്ടവ. ഇതൊക്കെ എങ്ങനെ, ഈ ഗുണം എങ്ങനെയെന്നറിയാം? ഇത് സിമ്പിൾ അല്ല. ഇതൊക്കെ ഉണ്ടാകാൻ ഒരു കഥയുണ്ട്. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആദം നബി അലൈഹിസ്സലാം മുന്തിരി തട്ടു. ചരിത്രത്തിൽ കാണാം. ആദം നബി അലൈഹിസ്സലാം ഒരു മുന്തിരി നട്ടപ്പോ ശൈത്താനാണെങ്കിൽ ഒരു മയിലിനെ പിടിച്ച് അറുത്തിട്ട് അതിന്റെ രക്തം കൊണ്ടുവന്നു ഈ മുന്തിരി വള്ളിയുടെ താഴെ ഒഴിച്ചു. രണ്ടാമതൊരു കുരങ്ങനെ പിടിച്ചറുത്തിട്ട് അതിന്റെ രക്തവും കൊണ്ടുവന്നൊഴിച്ചു. മൂന്നാമത് സിംഹത്തിനെ അറുത്തിട്ട് അതിന്റെ രക്തം കൊണ്ടുവന്ന് ഇതിന്റെ ചുവട്ടിലൊഴിച്ചു. 4 പന്നി എന്ന് പറയുന്ന മൃഗത്തിനെ അറുത്തിട്ട് അതിന്റെ രക്തം കൊണ്ടുവന്ന് ഇതിന്റെ ചുവട്ടിലൊഴിച്ചു. മഹാനായ തഴവ ഉസ്താദ് പറയുന്നുണ്ട്, അതാ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ മയിൽ ആടുന്നത് പോലെ ആടുന്നത്. തഴവ ഉസ്താദ് പറയണ് ഒരു 60 അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആട്ടവാ, മയിൽ ആടണ പോലെ ഇങ്ങനെ ആടുന്നത് അതുകൊണ്ടാ. 2 പിന്നെ ഈ കൊരങ്ങൻ ചാടണ പോലെ ചാട്ടവാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ. 3 പിന്നെ ധൈര്യം വല്ലാത്തത്. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യവാ, സിംഹത്തിന്റെ ധൈര്യം, കാരണം സിംഹത്തിന്റെ രക്തം ഒഴിച്ചത് കൊണ്ട്. 4 പന്നി എന്ന് പറയുന്ന ജീവി ഏത് കാഷ്ടത്തിലും കിടക്കും, ഉറക്കാ, ഏത് വേസ്റ്റിലും കിടന്നുറങ്ങിക്കോളും. അതുകൊണ്ടാ കള്ളു കുടിച്ചവൻ ചാലി കിടന്നിട്ട് ഉറങ്ങുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കള്ളുകുടി അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അപ്പൊ നിങ്ങൾ പറയും ഉസ്താദെ ഞാൻ കള്ളൊന്നും കുടിക്കുന്നില്ലല്ലോ. കള്ളു കുടിക്കുന്നില്ല, പക്ഷെ നീ വീടി വലിക്കുന്നുണ്ടല്ലോ. കള്ളൊന്നും ആരും കുടിക്കണില്ല, പക്ഷെ വീടി വലിക്കുന്നുണ്ടല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. വീടി വലിക്കാവോ? ഞാൻ വിവാദം ഉണ്ടാക്കാൻ പറയാം. ലൈവ് ഉണ്ടോടെ അനിയന്മാരെല്ലാം പോയാ വീടി വലിക്കാവോ? പറ മനുഷ്യന്മാരെ, വീടി വലിക്കാവോ? വീടി വലിക്കൽ ഹലാലാണോ?
ഹറാമല്ല, വീടി വലിക്കല് ഹറാമല്ല. അങ്ങനെ മനസ്സിലായിട്ടപ്പാ അല്ലേ സാ? വീടി വലിക്കല് ഹറാമൊന്നുമല്ലല്ലോ, കറാഹത്ത് കണ്ടല്ലേ അല്ലേ? വീടി വലിക്കല് ഹറാമല്ല, ഇന്നെന്താണ് കറാഹത്താണെന്ന് പണ്ട് മഹാന്മാർക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ പല കറാഹത്താകുമ്പോ ഒരു ഹറാം. 40 പ്രാവശ്യം നീ വീടി വലിക്കുമ്പോ 40 പ്രാവശ്യം പോട്ട് 100 പ്രാവശ്യം നീ വലിക്കുമ്പോ അതൊരു ഹറാമിന്റെ സ്ഥാനത്തല്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതെവിടെ നിന്നാ വന്നേന്നറിയോ? തഴവസ്ഥാന്റെ ബൈത്തി കാണാം. എവിടെ നിന്നാണ് പുകയില ഉണ്ടാക്കിയെന്നറിയോ? വീടിയുടെ ഇലയ്ക്കുണ്ടല്ലോ, ഇത് എവിടെ നിന്നാ ഉണ്ടാക്കിയത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ശൈത്താനെ ശപിച്ചു. അള്ളാന്റെ മുന്നിൽ ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ചെയ്യാത്തതിന്റെ പേരിൽ അള്ളാഹു ഇബ്ലീസിനെ ശപിച്ചു. ആ ശപിച്ച സമയത്ത് പേടിച്ചവ മൂത്രമൊഴിച്ചു കളഞ്ഞു. ഇബ്ലീസ് അള്ളാന്റെ ശാപം കിട്ടിയപ്പോ നിന്നു മൂത്രമൊഴിച്ചു. ആ മൂത്രമൊഴിച്ച സ്ഥലത്ത് നിന്നാ ഇതൊക്കെ ഉണ്ടായത്. അതാ വാപ്പ നീ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രായം കുറെ ആയില്ല വാപ്പ, ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? നന്നാവണോ എന്നുള്ള ചിന്തയൊന്നും ഇല്ലാത്തത്. ഈ ദുശീലങ്ങളൊക്കെ നിങ്ങളുടെ ഭാര്യമാരൊക്കെ എങ്ങനെ ദുർഗന്ധം എന്നറിയോ? ഈ വീടിയൊക്കെ വലിക്കാൻ എനിക്കിഷ്ടമല്ല. എൻ്റെ വാപ്പ വലിക്കുമായിരുന്നു, വാപ്പയ്ക്ക് പറ്റൂലായിരുന്നു, വല്ലാത്ത. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. എൻ്റെ വാപ്പ നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഇങ്ങനെ നിൽക്കും. ഒരു ഈത്തപ്പഴവും വെള്ളം കുടിക്കും, പിന്നെ വലിക്കണം. വാപ്പയ്ക്ക് ഇങ്ങനെ ബേജാറാ. ഐസിയുവിൽ കിടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളൊന്ന് വീഡിയോ വലിക്കരുതെന്ന്. ഞാൻ കവറിൽ പോകണമെന്നാ വാപ്പ പറഞ്ഞേ. ചില ആൾക്കാരങ്ങനെ ആയി, പഴയ ആൾക്കാർ. പക്ഷെ നിങ്ങൾക്കൊക്കെ നിർത്താമല്ലോ, ഇത് നല്ല സ്വഭാവമല്ലല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ തരുമാറാ. ചിലൊക്കെ മാറ്റണം. ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരുടെ കഴുത്തിന് പിടിച്ചിട്ട് പറയണം വീഡിയോ വലി നിർത്തിയേക്കണം, എടുത്ത് കളഞ്ഞേക്കണം. ഇതൊക്കെ നിർത്തണം, അത് നല്ല സ്വഭാവമല്ല. ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്. അള്ളാഹു നമുക്ക് പുറത്തുവരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കള്ളു കുടിക്കുക, ലഹരി ഉപയോഗിക്കുക, അവന്റെ ആക്കിബത്ത് മോശമാ. ചെറുപ്പക്കാരെ എപ്പോഴാണെന്നറിയില്ല. ഇനി അടുത്ത് എൻ്റെ പ്രിയമുള്ളവരെ ഒരുപാട് മരണങ്ങൾ, വല്ലാത്ത മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പള്ളിക്കൊരു സെന്റ് വസ്തു വാങ്ങാൻ, നിങ്ങളിരിക്കുന്ന ഈ ചെറിയ സ്ഥലം അത് അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി, ഒരു പള്ളി കെട്ടാൻ വേണ്ടി വാങ്ങാനുള്ളതാ. എൻ്റെ പ്രിയമുള്ളവര്, സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. സദക്ക കൊടുക്കാൻ കഴിയുമോ? അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയാം. ഞാൻ നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം പറയാം. നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദക്ക നിങ്ങൾ കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് വരാനുള്ള വിപത്തുകൾ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചത് കഴിഞ്ഞ ആഴ്ച മലപ്പുറം കുറ്റിപ്പുറത്തു ഭാഗത്ത് ഞാനൊരു വീട്ടിലേക്ക് കടന്നു ചെന്നു. അള്ളാഹുവെ, വിവാഹം കഴിഞ്ഞു 10-11 വർഷക്കാലം ഭാര്യയും ഭർത്താവും അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ ഒരു സന്താനത്തിനെത്താ അല്ലാ. ഭാര്യയും ഭർത്താവും ഒരുപാട് കൊല്ലം റബ്ബിനോട് ദുആ ചെയ്തു. അള്ളാഹു 3 മക്കളെ കൊടുത്തു. ഒരാൾക്ക് 21 വയസ്സ്, രണ്ടാമത്തെ പെൺകുട്ടി +2 +1 പഠിക്കുന്നു. മൂന്നാമത്തെ കുട്ടി ഒരു ചെറിയ കുട്ടി, 10-12 വയസ്സ് മാത്രമേ ഉള്ളൂ. അവന് ഹുദവിക്ക് പഠിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു മുതഅല്ലിമ. ഈ പൂജയുടെ ലീവ് വന്നപ്പോ എല്ലാവരും കൂടെ, അവര് 3 പേരും കൂടെ അള്ളാഹുവെ ഒരു കുടുംബ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് പുഴയിലേക്ക് കുളിക്കാൻ ഇറങ്ങിയതാ. തന്റെ കൂടപ്പുറപ്പ് വെള്ളത്തിന്റെ അകത്ത് മുങ്ങി ഇങ്ങനെ താഴുന്നത് കണ്ടപ്പോ സഹോദരിയും സഹോദരനും കൂടെ രക്ഷപ്പെടുത്താൻ കൂടെ ചാടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൾഫിൽ ഉമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് വാപ്പാനെ വിളിച്ചു വരുത്തി. വീട്ടിലേക്ക് ആ സഹോദരൻ കയറി വരുമ്പോ വീട്ടിൽ ടാർപ്പ് കെട്ടിയിട്ടിരിക്കുന്നു, ആൾക്കാർ നിൽക്കുന്നു. ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നപ്പോ പ്രിയപ്പെട്ട പൊന്നുമകനെ ചേർത്ത് പിടിച്ചിട്ട് ഉമ്മ പറഞ്ഞു, മോനെ, അള്ളാഹു നിനക്ക് നൽകിയ 3 മക്കളും പോയി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു കൊടുത്ത, ഒരുപാട് കാലം ദുആ ചെയ്ത് കാത്തിരുന്നിട്ട് അള്ളാഹു കൊടുത്ത 3 മക്കളുടെ മയ്യത്ത് കണ്ട വാപ്പ, ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന പിതാവിനോട് എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ല. അടുത്ത് ചെന്നിരുന്നിട്ട് ഞാൻ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് 3 ശുഹദാക്കളെ വളർത്താനുള്ള ഭാഗ്യം നൽകിയല്ലോ. നിങ്ങളുടെ മക്കൾക്ക് ശുഹദാഇന്റെ കൂലിയാണല്ലോ. അള്ളാഹുവെ, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അവസാനം ആ പ്രിയപ്പെട്ട പിതാവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ചോദിച്ചു, ഉസ്താദേ, ഞാൻ മരിക്കുന്ന കാലം വരെ ഞങ്ങൾ 2 പേരും ഇനി ജീവിക്കണ്ടേ ഉസ്താദേ? ഭാര്യയും ഭർത്താവും വീടിന്റെ അകത്ത് ഒറ്റയ്ക്കായി പോയപ്പോ
അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, എന്തിനാ ഇത് പറഞ്ഞതെന്നറിയുവോ? ഈ സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് ബക്കറ്റുമായി കടന്നു വരുമ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്, അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാ ഞാനൊരു സദക്ക കൊടുത്താൽ എന്റെ ജീവിതത്തിൽ അള്ളാഹു എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വിപത്തിനെ തട്ടിമാറ്റാൻ ഈ സദക്കയ്ക്ക് കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാവരും ഒരു സദക്ക എടുക്കുക. അള്ളാഹുവേ, പടച്ചവനെ, എന്റെ മക്കളെ നീ കാക്കണം തമ്പുരാനെ. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ടെന്നെ കാത്തുരക്ഷിക്കണം. അള്ളാഹുവേ, എനിക്ക് നീ പട്ടിണി തരരുത്, ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ എനിക്ക് തരരുത് എന്ന ഒരു നല്ല നീയത്തോടെ ഒരു നല്ല സദക്ക എടുക്കുക. എല്ലാവരും ഒരു നല്ല സദക്ക. സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി. അല്ലാഹുവേ, പടച്ചവനെ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നു, അല്ലാഹുവേ, ഈ സദക്ക നീ സ്വീകരിക്കണേ അല്ലാ. ഇവരുടെ ജീവിതത്തിലെ സർവ്വ ഇടങ്ങേറുകളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഇവർക്ക് നീ നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത 5 വിഭാഗത്തിലെ 4ാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? ഒരു വിഭാഗം കൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ അതിരിക്കൂലേ? ഇപ്പൊ സമയം 10:50 ഇരിക്കൂലേ? ഒരെണ്ണം കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കിക്കേ. ഷാ അല്ലാ, അവിടെയൊക്കെ ഇരിക്കട്ടെ. മുട്ടയൊക്കെ ഉണ്ട് ലേലം ചെയ്യാൻ. എല്ലാവരും കവറിട്ട് വെച്ചോ. ഷാ അല്ലാ, വീട്ടിൽ കൊണ്ടുപോയി തിന്നാലോ. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 4ാമത്തെ കാര്യം എന്തെന്നറിയോ? മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ കഴിയാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ നാവ് പൊങ്ങാത്ത 4ാമത്തെ വിഭാഗം ആരെന്നറിയോ? റസൂലുള്ളാഹ് പറയുന്നു, സ്വഹാബാ, മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്തവനാണ്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവനാണ്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കള്, നിനക്ക് നല്ല മരണമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ, ഇന്ന് വൃദ്ധസദനങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്ന കാലമാണ്. മാതാപിതാക്കളെ തല്ലുന്ന മക്കളുടെ കാലമാ, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുടെ കാലമാ. പടച്ചവരെ, ഉമ്മാനെ ചാക്കിൽ കെട്ടിയിട്ട് വഴിയോരത്ത് കൊണ്ടുവന്ന് കളഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്ന മക്കളുടെ കാലമാ. എന്റെ പ്രിയമുള്ളവര്, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവനുണ്ടല്ലോ, അവന്റെ മരണസമയം മോശമാണ്. പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, 3 പാപങ്ങൾ ആരെങ്കിലും ചെയ്താൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 പാപം ചെയ്താ, 3 തെറ്റുകൾ ചെയ്താ ഈ ദുനിയാവിൽ വെച്ച് തന്നെ, മരണത്തിന്റെ സമയത്തല്ല, ഖബറിന്റെ അകത്തല്ല, പരലോകത്തല്ല, സിറാത്തിലല്ല, പടച്ചവന്റെ നരകത്തിലല്ലോ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ റബ്ബ് നിനക്ക് ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ആരാ 1ാമത്തെ വിഭാഗം ആരെന്നറിയോ? ഉമ്മാനെ വേദനിപ്പിച്ചവരാ, മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കള്, നീ മരിക്കുന്നതിന് മുമ്പേ റബ്ബ് നിനക്ക് ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവന് ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലും പള്ളി കെട്ടി കൊടുത്താലും വഅദ് പറയുന്നവനാണെങ്കിലും ഇമാമാണെങ്കിലും എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിച്ചവരാണോ അവന് നല്ല മരണമില്ലോ, അവന് നല്ല മരണമില്ലോ. പടച്ചവരേ,
അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അൽഖമ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാണ് അൽഖമ. ആ അൽഖമ റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സഹാബികൾ അടുത്ത് ചെന്ന് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാ. അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാ. അൽഖമയ്ക്ക് പറയണമെന്നുണ്ട്, പക്ഷേ നാവ് പൊങ്ങുന്നില്ല. ഷഹാദത്ത് കലിമ പറയണമെന്നല്ലോ അന്റെ റസൂലിന്റെ സ്വഹാബിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിസ്കരിച്ച, ഖുർആൻ ഓതിയ, സ്വലാത്ത് പറഞ്ഞ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത അൽഖമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ കഴിയുന്നില്ല. പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബത്ത് കടന്നു വന്നു. യാ റസൂലല്ലാഹ് അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാ കഴിയുന്നില്ല നബിയേ, നാവ് പൊങ്ങുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബാ അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ സഹാബാ? ഒന്നാമത് ചോദിച്ച ചോദ്യമതാ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയേ, വിളിച്ചു കൊണ്ടുവാ സഹാബാ. സഹാബികൾ അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഉമ്മാനെ വിളിച്ചു കൊണ്ടുവരികയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമ്മാ നിങ്ങളുടെ പൊന്നുമോനുമായിട്ട് എങ്ങനെയാണുമ്മാ? അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് എനിക്ക് അൽഖമാനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയേ, അവന് എന്നെ ജീവനായിരുന്നു നബിയേ, എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷേ അവൻ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ അവന്റെ സ്വഭാവം മാറി നബിയേ, എന്നെക്കാളും സ്നേഹം അവൻ അവന്റെ ഭാര്യയോടാണ് നബിയേ. അല്ലാഹുവേ, തല്ലിയ മകന്റെ കഥയെല്ലാം, മകന്റെ കഥയല്ല, അടിച്ചിറക്കിയ മകന്റെ കഥയല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബി അൽഖമ റളിയല്ലാഹു തആല അൻഹു ഉമ്മ പറയുന്നു, എന്നോട് അവന് വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാണ് നബിയേ. അത് ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു, അത് ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ് അതെന്റെ മനസ്സിൽ വേദനയുണ്ടാക്കി നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ പൊന്നുമോനും മരണസമയത്ത് കിടക്കുകയാ, അവൻ സക്കറാത്തിന്റെ അവസ്ഥയിലോ, നിങ്ങൾ പൊരുത്തം കൊടുത്താലേ അവന് ഷഹാദത്ത് കലിമ പറയാൻ കഴിയൂ. നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ട് കൊടുക്കുവോ ഉമ്മ? ആ ഉമ്മ പറഞ്ഞു, ഇല്ല നബിയേ, എനിക്കത് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ കഴിയില്ലോ, അവനെ ഞാൻ വല്ലാതെ സ്നേഹിച്ചതാ നബിയേ, പൊരുത്തപ്പെടൂല എന്ന് ഉമ്മ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബാ കത്തിച്ച് കള സഹാബാ. ഉമ്മയുടെ പൊരുത്തമില്ലാത്തവര് ജീവനോടെ കത്തിച്ച് കള സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ ഉമ്മ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് എന്റെ മോനെ കത്തിക്കല്ല നബിയേ, അവൻ എന്ത് ചെയ്താലും എന്റെ മകനാണല്ലോ നബിയേ, ഞാനവന് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു നബിയേ. പറഞ്ഞു തീരേണ്ട താമസം അൽഖമ റളിയല്ലാഹു തആല അൻഹു തന്റെ നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് ലോകത്തോട് യാത്രയായെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ,
പലപ്പോഴും ഉമ്മാനെ വഴക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മാടെ മുന്നിൽ കയർത്തിട്ടുണ്ടല്ലോ. ഉമ്മയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാനും നിങ്ങളും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അവരുടെ കണ്ണ് നിറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാ, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും നീ രക്ഷപ്പെടൂല, നിനക്ക് നല്ല മരണം കിട്ടൂല, നിനക്ക് അല്ലാന്റെ സ്വർഗമില്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയോ, മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ നമുക്ക് രക്ഷയില്ലല്ലോ. അവരല്ലേ നമ്മളെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യന് കടന്നു വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാണ് നബിയേ? നിന്റെ ഉമ്മയോടാണ് മോനെ. രണ്ടാമതാരോടാ നബിയേ? നിന്റെ ഉമ്മയോടാണ്. മൂന്നാമതാരോടാ നബിയേ? നിന്റെ ഉമ്മയോടാണ്. നാലാമതാരോടാ നബിയേ? നിന്റെ വാപ്പയോടാ. 3 പ്രാവശ്യവും അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞത് ഉമ്മ ഉമ്മ ഉമ്മ. കാരണം ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. ഗർഭം ചുമന്നത് ഉമ്മയാണ്. അല്ലാ, നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഒന്ന് കിടന്നുറങ്ങാൻ കഴിയില്ലോ, ആരോടും പരാതി പറയാതെ 9.5 മാസം ചുമന്നുകൊണ്ട് നടന്നത് നമ്മുടെ പെറ്റുമ്മയാ. മോനെ, മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചത് ഉമ്മയാ, നിനക്ക് പാല് തന്ന് വളർത്തിയത് ഉമ്മയാ. അതുകൊണ്ട് നിന്റെ ഉമ്മയോടാണ് നിനക്ക് ഏറ്റവും കൂടുതൽ കടമ. വാപ്പയ്ക്ക് വിലയില്ല എന്നല്ല, വാപ്പയ്ക്ക് മഹത്വമില്ല എന്നല്ല, വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ, അവരുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എഴുന്നേക്ക്, ബിസ്മില്ലാ, പെട്ടെന്ന് എഴുന്നേക്ക്, ബാ, അടുത്തേക്ക് വാ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് വാ, ജൽദി ജൽദി കഴിഞ്ഞു, ദുആ ചെയ്യാൻ പോ, പെട്ടെന്ന് വാ, എല്ലാവരും ഇങ്ങോട്ട് വാ. ഇൻഷാ അല്ലാഹ് പറയാ വാപ്പ, നിങ്ങൾ വരും, പെട്ടെന്ന് വാ. ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് വാ, ഇറങ്ങിക്കോ, അർശിന്റെ മുകളിൽ നിന്ന് എല്ലാവരും ഇറങ്ങും. ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് വാ. ഓടേണ്ടവരോട് വരേണ്ടവര് വാ, ഓടേണ്ടവരതാ വഴി പൊക്കോളി. ബിസ്മില്ലാ. പുറത്തു നിൽക്കുന്ന സഹോദരങ്ങളോട് ഒന്നീ സ്വർഗത്തിൽ കയറി വാ, അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് നിന്റെ കൂര പിടിച്ചോ, പെട്ടെന്ന് പൊക്കോ. നീ വെളിയിൽ നിന്നിട്ട് ആമീൻ പറയണ്ട, വെളിയിൽ നിന്നിട്ട് ആമീൻ പറയണ്ട, ഒന്നീ സ്വർഗത്തിൽ കയറി. ഷാ അവിടെ നിൽക്കുക, രണ്ടും പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം, ഇങ്ങോട്ട് വാ. ഷാ പുറത്തു നിൽക്കുന്നവരോട് ഒന്നീ നിങ്ങൾ സ്വർഗത്തിൽ കയറുക, അല്ലെങ്കിൽ അങ്ങോട്ട് മാറിയാൽ മതി, എനിക്ക് കാണണ്ട, നിങ്ങളെ മാറുന്നില്ലേ, അത്രയും ഒരു കരുണയെങ്കിലും കാണിക്കുക. കാരണം നിന്റെ ആമീൻ അല്ലാഹ്ക്ക് വേണ്ട. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇത്രയും നല്ല ഒരു സദസ്സ്, 40 പേര് ഒരു സദസ്സിലുണ്ടെങ്കിൽ അവിടെ ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടെന്ന, 40 പേരുണ്ടെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളാ സദസ്സിലുണ്ടെന്ന. ഇവിടെ 40 അല്ല, അതിനെക്കാളും ഉണ്ട്. ഇത്രയും നല്ല ഒരു സദസ്സ് കണ്ടിട്ട് നിനക്ക് ഇതിനകത്ത് കയറി ആമീൻ പറയാൻ മനസ്സില്ലെങ്കിൽ നീ വെളിയിൽ നിന്ന് പറയണ്ട. അതിന് അഹങ്കാരം എന്നാ പറയുന്നത്. അഹങ്കരിച്ചോമാരും ഇന്ന് വരെ നന്നായിട്ടില്ല. ചുമ്മാ ഭാര്യ മക്കളെ യതീമാക്കി കളയരുത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇട്ട് കയറല്ലേ, പൊക്കോളി. ബിസ്മില്ലാ. 2-1 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു ഇട്ട് വാപ്പ, താഴെ ഇറങ്ങ വാപ്പ, എല്ലാരും താഴെ ഇറങ്ങി. ഇങ്ങോട്ട് എടുത്തോളി. ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങളൊക്കെ എഴുന്നേക്കെ. ബിസ്മില്ലാ. എല്ലാവരും എഴുന്നേറ്റ്, ഇനി ആരും ഇരിക്കരുത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 പാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ ഈ ദുനിയാവി വെച്ച് തന്നെ അള്ളാഹു കൊടുക്കും ശിക്ഷ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആ 3 പാപങ്ങളിൽ ഒരു പാപം, മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾ. തല്ലണ്ട, മാനെ കഴുത്തിന് പിടിക്കണ്ട, കൂമ്പിടിച്ചു വാട്ടൊന്നും വേണ്ട, മായ പട്ടിണി കിടണ്ട. നിന്റെ ഒരു വാക്കുകൊണ്ട് നിന്റെ ഉമ്മാന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടൂല. അള്ളാഹു നമുക്ക് പുറത്തേരുമാറാകട്ടെ.
ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മാന്റെയും വാപ്പാന്റെയും മനസ്സ് വേദനിപ്പിച്ചവൻ അള്ളാഹു നല്ല മരണം കൊടുക്കൂല. അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2, ഞാൻ വിശദീകരിക്കുന്നില്ല, ഇങ്ങോട്ട് അടുത്ത് നിൽക്കുക, നിങ്ങളൊക്കെ എനിക്ക് കാണാൻ വേണ്ടി ഇങ്ങോട്ട് കേറിക്കോ. അൽഹംദുലില്ലാഹ്. 2, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എടാ നീ ഒരുപാട് കാലം ഈ ദുനിയാവിൽ കൂടെ നെളിഞ്ഞു നടക്കൂല, നിനക്ക് പെട്ടെന്ന് പോകേണ്ടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിച്ച ഒരുത്തനും ഒരുപാട് കാലം ജീവിച്ചിട്ടില്ല. അവന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ സഹോദരിമാരോട് പറയുന്നു, നിന്റെ ഭർത്താവ് മാപ്പായും ഉമ്മായുമായിട്ട് പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി നീ ആ മനുഷ്യന്റെ കാല് പിടിച്ച് കരയണം. ഇക്കാ നിങ്ങൾ വിളിക്ക് നിങ്ങളുടെ ഉമ്മാനെ, ഈ രാത്രി വിളിക്ക്. കാത്തു കിടക്കുക ആ പാപം നിങ്ങളുടെ ഒരു വിളി. ഒന്ന് വിളിക്കുമ്മ, ഒന്ന് വിളിക്ക്. ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് കാലിൽ പിടിച്ച് കരഞ്ഞിട്ടാണെങ്കിലും നിന്റെ ഭർത്താവിനെയും ഉമ്മാനെയും തമ്മിൽ മിണ്ടിപ്പിക്കണം. ഇല്ലെങ്കിൽ നീ വിധവയാകാൻ തയ്യാറായിക്കോ എന്ന് നബിയുനാ റസൂലുള്ളാഹി.